ധ്യാൻ ചേട്ടൻ, ആയിക്കോട്ടെ, സമൃദ്ധ ആയിക്കോട്ടെ അല്ലെ. അപ്പൊ ഈ ചിത്രത്തില് റാണിയ അതിഗംഭീര പ്രകടനവുമായിട്ട് മലയാള സിനിമയിൽ നായികയായിട്ട് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പൊ നല്ലൊരു കൈഡിയോടുകൂടി വേദിയിലേക്ക് ചിത്രത്തിന്റെ നായിക റാണിയെ സ്വാഗതം ചെയ്യാം, ക്ഷണിക്കാം. നല്ലൊരു കൈഡി കൊടുത്തൂടെ. നല്ലൊരു അടിപൊളി പെർഫോമൻസ് തന്നെയാണ് റാണിയെ കാഴ്ചവെച്ചിരിക്കുന്നത്. റാണിയ, എല്ലാവർക്കും നമസ്കാരം. എല്ലാരും ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഭയങ്കര ഷോക്കാണല്ലോ. ഓക്കെ ആണോ? ഓക്കെ. ഒരുപാട് എന്താ പറഞ്ഞേ? ആരും ഓക്കെ ഇല്ലാത്ത പത്രക്കാരും ഓക്കെ അല്ലേ? ഒരുപാട് സന്തോഷം. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല എൻ്റെ പെർഫോമൻസ് ഇഷ്ടമാവുന്നു. ബിക്കോസ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ പടമായതുകൊണ്ട് എങ്ങനെ പ്രേക്ഷകർ അംഗീകരിക്കുമെന്നും അറിയില്ലായിരുന്നു. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ബിയോണ്ട് മൈ വേർഡ്സ് ഭയങ്കര വലിയ റിസപ്ഷനാണ് എനിക്ക് കിട്ടിയത്. സോ താങ്ക് യു സോ മച്ച്. അതിനെ സപ്പോർട്ട് ചെയ്ത ഇതിൻ്റെ റൈറ്റർ ഷാരിസ് ചേട്ടൻ, പിന്റോ ചേട്ടൻ, അനലിസ്റ്റൻ ചേട്ടൻ, ദിലീപ് ഏട്ടൻ, സിദ്ദിഖ് സാർ, ജോണി ചേട്ടൻ, ബിന്ദു ചേച്ചി, മഞ്ജു ചേച്ചി, ധ്യാൻ ചേട്ടൻ, എല്ലാവർക്കും, ബിനോയ് ചേട്ടൻ, മനു, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഞാൻ ബേസിക്കലി ക്ലാസിക്കൽ ഡാൻസറാണ്. ഞാൻ ഭരതനാട്യം പ്രാക്ടീഷണറാണ്. സോ കലാമണ്ഡലത്തിലാണ് പഠിച്ചത്. പിന്നെ BA ഭരതനാട്യം, MA ഭരതനാട്യം ഒക്കെ ചെയ്ത് PhD ഒക്കെ ചെയ്യാൻ നിൽക്കുമായിരുന്നു. ഒരാൾക്ക് 1 വർഷം വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി, 2 വർഷം വെയിറ്റ് ചെയ്യാം. ഞാൻ 4 വയസ്സ് തൊട്ട് ഡാൻസ് പഠിക്കുന്ന സമയം തൊട്ട്, എൻ്റെ ഓർമ്മയുള്ള കാലം തൊട്ട് ഐ എം വാച്ചിങ് TV. എനിക്ക് അപ്പം തൊട്ട് സിനിമയിൽ അഭിനയിക്കണം, ആദ്യം ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കണം എന്നുണ്ടായിരുന്നു. ഐ വെയിറ്റഡ് അറൌണ്ട് 20+ years ടു സ്റ്റാൻഡ് ഹിയർ ഇൻ ഫ്രണ്ട് ഓഫ് ദിലീപ് ഏട്ടൻ. സോ എന്നെ സംബന്ധിച്ച് ദിസ് ഇസ് വെരി വെരി ബിഗ് അച്ചീവ്മെന്റ് ഫോർ മീ. എനിക്ക് അതുകൊണ്ട് ചേട്ടനോട് ഇത്രയും റെസ്പെക്ട് ഉള്ളതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ചേട്ടനോട് ബ്ലാബർ ചെയ്ത് സംസാരിക്കാൻ പറ്റൂല. ഐ ഹാവ് എ ഹ്യൂജ് റെസ്പെക്ട് ഓൺ ഹിം. ഞാൻ ഭയങ്കര ബ്ലസ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് 150ാമത്തെ പടം ചെയ്ത് നിൽക്കുന്ന ദിലീപേട്ടൻ്റെ കൂടെ എൻ്റെ ആദ്യത്തെ പടം ഇങ്ങനെ ചെയ്ത് സക്സസ് ആയി എന്നറിയുമ്പം ഇതിനേക്കാളും ഒന്നും എനിക്ക് ദൈവത്തിനോട് ചോദിക്കാനില്ല. ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നല്ല രീതിക്ക് റെസ്പോൺസ് പുറത്തേക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ജെന്യൂനായിട്ടുള്ള അഭിപ്രായങ്ങൾ പുറത്ത് വന്ന് ഓഡിയൻസ് തിയേറ്ററിലേക്ക് വന്ന് തിയേറ്റർ റെസ്പോൺസ് വന്ന് കണ്ടപ്പം ഭയങ്കര ഇമോഷണലായി. ബിക്കോസ് തിയേറ്ററിൽ പോയപ്പം എല്ലാവരും ഭയങ്കര ഇമോഷണലായിട്ട് കരയുന്ന, അതുപോലെ ചെറിയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളും വലിയ അമ്മമാരൊക്കെ, ഐ ഡോണ്ട് നോ അത് അവർക്ക് യൂട്യൂബിനെ കുറിച്ച് അത്ര അറിയുമോന്ന് അറിയില്ലെങ്കിലും ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ വന്നോട് ചിഞ്ചു ചിഞ്ചു എന്ന് പറഞ്ഞാൽ ഓടി വരുന്നു. ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അവരുടെ മനസ്സിലൊക്കെ ഇഷ്ടം തോന്നി എന്ന് പറഞ്ഞപ്പോൾ. അതുപോലെ എനിക്ക് ദൈവത്തിനോടും ഐ ജസ്റ്റ് വോണ്ട് ടു സേ താങ്ക്സ് ടു ദി യൂണിവേഴ്സ്. എന്നെ 20 വർഷവും ഗിവപ്പ് ചെയ്യാതെ വെയിറ്റ് ചെയ്യാനും ഇതിനു വേണ്ടി, അതായത് ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തോ എന്നെയും തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതിനൊരു തെളിവാണ് റാണിയയ്ക്ക് ചിഞ്ചു റാണി കിട്ടിയത്. ബിക്കോസ് ഞാൻ എൻ്റെ പേര് റാണി എന്നാണ്. അപ്പം ഞാൻ ഈ കഥാപാത്രത്തിൽ വരുന്നതിന് ഒരു വർഷം മുൻപ് തന്നെ ഷാരിസ് ചേട്ടന്റെ കൈകൊണ്ട് ചിഞ്ചു റാണി എന്ന കഥാപാത്രത്തിന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിലെ പാട്ട് റാണിയും എഴുതി റാണി. സോ ദിസ് ഈസ് എ റിസൾട്ട്. ലൈക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മൊത്തം നമുക്കത് ഒരു ദിവസം നടത്തി തരും. അതിനുള്ള ചെറിയൊരു എക്സാമ്പിളാണ് ഞാൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.